ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം എൻ്റെ ഈ ഒരു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് ഒരു യൂട്യൂബ് ജേർണിയെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. എൻ്റെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ആയോ, എങ്ങനെയാണ് മോണിറ്റൈസ് ആയത്, എനിക്ക് യൂട്യൂബിൽ നിന്ന് എത്രത്തോളം വരുമാനം കിട്ടുന്നുണ്ട്, എൻ്റെ യൂട്യൂബ് റവന്യൂ എത്രയാ എന്നൊക്കെയുള്ളൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. ഒരുപാട് ലോങ് വീഡിയോ അല്ല, എന്നാലും കാര്യങ്ങളൊക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പം എൻ്റെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കുറേ ആൾക്കാർക്ക്, എന്നെ അറിയാവുന്ന കുറേ ആൾക്കാർക്കുള്ള ഒരു സംശയമാണ്, എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ നിന്ന് എനിക്ക് പൈസ വല്ലതും കിട്ടുന്നുണ്ടോ, എനിക്ക് യൂട്യൂബ് ചാനൽ എൻ്റെ മോണിറ്റൈസ് ആയോ, യൂട്യൂബ് ചാനലിൽ നിന്ന് എനിക്ക് എത്രത്തോളം എമൗണ്ട് കിട്ടുന്നുണ്ട് എന്നൊക്കെയുള്ളൊരു സംശയം കുറേ ആൾക്കാർക്കായിട്ടുണ്ട്. ഞാൻ എൻ്റെ ചാനലിൽ ഓരോ വീഡിയോ ഇടുമ്പം അത് ഞാൻ സ്റ്റാറ്റസ് ആക്കാറുണ്ട് എല്ലാ ദിവസവും. ഞാൻ എൻ്റെ സ്റ്റോറി ആയിട്ട് അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ആക്കി ഇടാറുണ്ട്. അപ്പം ആ ഒരു ലിങ്ക് കാണുമ്പോഴത്തേനും അല്ലെങ്കിൽ ആ ഒരു വീഡിയോ കാണുമ്പോഴത്തേനും കുറേ പേര് എനിക്ക് വന്ന മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട്, നിനക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനമൊക്കെ കിട്ടിത്തുടങ്ങിയല്ലേ, നിനക്ക് എത്ര വരുമാനം കിട്ടിത്തുടങ്ങി, അല്ലെങ്കിൽ നീ ഇപ്പോൾ വലിയ കാശുകാരി ആയില്ലേ, നിനക്കിപ്പോൾ യൂട്യൂബിൽ നിന്ന് ഒത്തിരി പൈസ ഒക്കെ കിട്ടാൻ തുടങ്ങിയില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ പേര് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പം അങ്ങനെയുള്ള കുറേ പേർക്കുള്ള സംശയമാണ് ഞാൻ ഇന്ന് തീർക്കാൻ പോകുന്നത്. അപ്പം എല്ലാവരും എന്നോടുള്ള സ്നേഹം കൊണ്ടും ഒക്കെ ആയിരിക്കും ചോദിക്കുന്നത്. കാരണം ഞാൻ 2 കുട്ടികളുണ്ട്. അപ്പോൾ കുട്ടികളെയൊക്കെ നോക്കിയിട്ട് വീട്ടിലിങ്ങനെ ഇരിക്കുകയാണ്, ജോബ്ലെസ് ആയിട്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഉള്ളൊരവസ്ഥയിൽ എനിക്ക് പൈസ കിട്ടുന്നുണ്ടെന്ന് അറിയുമ്പം അവർക്ക് സന്തോഷം കൊണ്ട് അവർ ചോദിക്കുന്നതായിരിക്കാം. പക്ഷെ അങ്ങനെ കുറേ ആൾക്കാർക്ക് സംശയമുണ്ട്, എനിക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിത്തുടങ്ങിയോ, അല്ലെങ്കിൽ ഞാൻ യൂട്യൂബ് മോണിറ്റൈസ് ആയോ എന്നൊക്കെയുള്ള കുറേ സംശയങ്ങൾ കുറേ ആൾക്കാർക്കുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അപ്പോൾ ഇന്ന് അങ്ങനെയുള്ളൊരു എൻ്റെ യൂട്യൂബ് ജേർണിയെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ചെയ്യാമെന്ന്. അപ്പം ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഏകദേശം 3-4 വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ. കൊറോണയൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ എൻ്റെ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ അങ്ങനെ വീഡിയോസും കാര്യങ്ങളും ഒന്നുമില്ല. ആകെ എൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ വീഡിയോ മാത്രം ഞാൻ ആകെ പോസ്റ്റ് ചെയ്തിട്ടുള്ളായിരുന്നു. പിന്നെ പതിയെ ഓരോ ടിക്ടോക്ക് വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങി. പക്ഷേ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടണം, അല്ലെങ്കിൽ ഇപ്പോൾ ഷോർട്സ് ഇടുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇടണം, അങ്ങനത്തെ ഉള്ളൊരു അറിവും കാര്യങ്ങളും ഇങ്ങനെ യൂട്യൂബ് ചാനലിൽ എങ്ങനെ വീഡിയോ ഇടാം അങ്ങനെ ഒന്നും എനിക്കറിയില്ല. ഞാൻ എങ്ങനെയാണ് ഇട്ടതെന്നുള്ളത് പോലും എനിക്കിപ്പോൾ ഓർമ്മയില്ല. ഞാൻ എങ്ങനെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്തെന്നുള്ളത് പോലും അന്നൊന്നും യൂട്യൂബിൽ നോക്കി ചെയ്യാൻ പോലും എനിക്കറിയത്തില്ലായിരുന്നു. ആ ഒരു സമയത്താണ് ഞാൻ യൂട്യൂബിൽ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് കൊറോണയുടെ സമയമൊക്കെ ആയപ്പോഴത്തേനും എൻ്റെ കല്യാണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്കൊരു ചാനൽ എല്ലാവരും തുടങ്ങുന്നത് കണ്ടപ്പോൾ എനിക്കും ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങണം എന്ന ആഗ്രഹമുണ്ട്. അപ്പം എനിക്ക് ചാനൽ ഓൾറെഡി ഉണ്ടല്ലോ, അപ്പോൾ അതിൽ വീഡിയോസൊക്കെ ഇടണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കോഴ്സൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ മൂത്ത മോനെ പ്രഗ്നൻ്റ് ഒക്കെ ആയിരുന്നു. പിന്നെ എനിക്ക് പഠിത്തവും പ്രഗ്നൻസിയും അതിൻ്റെ കൂടെ ചാനലിലെ വീഡിയോ ഇടലും എല്ലാം കൂടെ എനിക്ക് പറ്റത്തില്ലായിരുന്നു. ഒന്നാമത്തെ കാര്യം, എനിക്ക് എഡിറ്റിങ്ങും കാര്യങ്ങളും ഒന്നും അറിയില്ല. എങ്ങനെയാണ് വീഡിയോ എടുക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത് ഒന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ആ ഒരു സമയം ഞാൻ ഓരോരുത്തർ വീഡിയോ ചെയ്യുന്നത് കണ്ടിട്ട് ഇങ്ങനെ അയ്യോ ഞാനിവിടെ ചെയ്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ എനിക്കിവിടെ തുടങ്ങിയിരുന്നെങ്കിൽ എന്നൊക്കെ ഒരു ആഗ്രഹം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു സമയമൊക്കെ കഴിഞ്ഞു പോയി. പിന്നെ 2ാമത്തെ മോനായി. അത് പെട്ടെന്ന് തന്നെയായിരുന്നു. അപ്പം അതും അങ്ങനെ അങ്ങ് കഴിഞ്ഞു പോയി. അപ്പോഴും എനിക്ക് ഈ ഓരോരുത്തരുടെ ചാനലൊക്കെ ഇടുന്നത് ഞാനിങ്ങനെ കാണാറുണ്ട്, വീഡിയോസൊക്കെ ഇടുന്നത്. അപ്പോൾ എനിക്ക് പരിചയത്തിലുള്ള 1-2 ഫ്രണ്ട്സും ഒക്കെ ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവരോടൊക്കെ ചോദിച്ചു ഇങ്ങനെ കാര്യങ്ങൾ, എങ്ങനെയാണ് വീഡിയോ ഇടുന്നത് എന്നൊക്കെ ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അപ്പോൾ അവന് കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. അങ്ങനെ ഞാൻ രണ്ടും കൽപ്പിച്ച് ഞാൻ 3 മാസങ്ങൾക്ക് മുമ്പാണ് കേട്ടോ വീഡിയോ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ തുടങ്ങിയത്. അപ്പം വീഡിയോ ഇടുമ്പോഴേ എൻ്റെ ഒരു മനസ്സിലുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ എന്ത് പറയും, അല്ലെങ്കിൽ എന്നെ കളിയാക്കുമോ, അങ്ങനത്തെ ഒരു മൈൻഡാണ് എനിക്ക്. പക്ഷെ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ. ഹസ്ബൻഡ് നീ അങ്ങ് ചാനൽ തുടങ്ങും, നിന്നെ കൊണ്ട് പറ്റും എന്നുള്ള രീതിയിൽ പുള്ളി ഭയങ്കര സപ്പോർട്ടീവായിട്ട് ഇങ്ങനെ സംസാരിച്ച് എന്നെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ ചാനലിലെ വീഡിയോ ഒക്കെ ഇടാൻ തുടങ്ങി. അപ്പോൾ 3 മാസങ്ങൾക്ക് മുമ്പാണ് ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി ഒരു ഷോർട്സ് വീതം ഇടാനായിട്ട് തുടങ്ങി. അപ്പം എല്ലാ ദിവസവും ഓരോ ഷോർട്സ് ഞാൻ ഇടാനായിട്ട് തുടങ്ങി. അതേപോലെ തന്നെ വീക്ക്ലി വൺസ് ആയിട്ട് ഞാൻ ആഴ്ചയിൽ 1 ലോങ് വീഡിയോയും ഇടാൻ തുടങ്ങി. അങ്ങനെ ലോങ് വീഡിയോ ആകെ ഞാൻ 15 അങ്ങാണ്ട് ഇട്ടിട്ടുള്ളൂ. ആഴ്ചയിൽ 1 ലോങ് വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കും. അത് ഈ 3 മാസം തുടങ്ങി 3 മാസം ആ ഒരു സമയത്ത് എനിക്കറിയില്ലായിരുന്നു. 1-2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആഴ്ചയിൽ 1 ലോങ് വീഡിയോ ഇടാം എന്നുള്ള രീതിയിൽ ഞാൻ വീഡിയോസ് ഇട്ട് തുടങ്ങിയത്.
ഇപ്പൊ ലോങ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരുപാട് അങ്ങ് ലോങ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും ഒന്നുമല്ല. എന്തെങ്കിലും ട്രാവൽ വ്ലോഗ് അല്ലെങ്കിൽ ഇപ്പോഴാണ് ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. അതിനു മുമ്പ് ഞാൻ എന്തെങ്കിലും ട്രാവൽ വ്ലോഗ് അല്ലെങ്കിൽ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്, കുക്കിംഗ് വ്ലോഗ് അങ്ങനത്തെ ഒക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ലെങ്തിൽ ചെയ്തിട്ടുള്ള വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 16 മിനിറ്റിൽ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. 16-17 മിനിറ്റ് അത്രയൊക്കെ സമയത്തിൽ ഞാൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോയിലാണ് ഏറ്റവും കൂടുതൽ ലെങ്ത് എന്ന് പറയുന്നത് അത്രയാണ്. അപ്പം ഞാൻ 15ഓളം ലോങ് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ഞാൻ ആഴ്ചയിൽ 1 ലോങ് വീഡിയോസ് ഒക്കെ ഇടാൻ തുടങ്ങി. പിന്നെ ദിവസം എത്ര ലേറ്റ് ഇപ്പം എനിക്ക് ഇടാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ലേറ്റ് ആയിട്ടാണെങ്കിലും ഞാൻ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ഒരു ഷോർട്സ് ഞാൻ ഇടാറുണ്ട് കേട്ടോ. ഇപ്പം മക്കളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് എന്നും നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ഇപ്പം അമ്മമാരായിട്ടുള്ള ആൾക്കാർക്ക് അറിയായിരിക്കും ഭയങ്കര ഡിഫിക്കൽട്ട് ആണ് നമുക്കത് ഇടുന്നത്. ഒന്നാമത്തെ കാര്യം, എനിക്ക് എഡിറ്റിങ്ങും കാര്യങ്ങളുടെ ABCD എനിക്ക് അറിയത്തില്ല. എഡിറ്റിംഗ് എന്താണെന്ന് പോലും എനിക്ക് അറിയത്തില്ല. സാധാരണ നമ്മളൊരു ബർത്ത്ഡേ ഒരു വീഡിയോ അല്ലെങ്കിൽ ബർത്ത്ഡേയുടെ ഒരു കേക്ക് കട്ടിങ് വീഡിയോ എടുത്താൽ തന്നെ അതെനിക്ക് എഡിറ്റ് ചെയ്യാൻ അറിയത്തില്ല. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കൊടുത്തിട്ടാണ് എഡിറ്റ് ചെയ്തെടുക്കാറുള്ളത്. ഞാനാണ് ഇപ്പം കുറച്ച് ചെറിയ രീതിയിൽ, ഒരുപാട് രീതിയിലല്ല, ചെറിയ രീതിയിൽ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ പഠിച്ച് ചെയ്ത് പഠിച്ച് വന്നതാണ് കേട്ടോ. അപ്പം എൻ്റെ ബ്രദേഴ്സിനോടും ഫ്രണ്ട്സിനോടും ഒക്കെ ചോദിച്ച്, ഹസ്ബൻഡിനോടും ഒക്കെ ചോദിച്ചിട്ട് അവരൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്ന രീതിയിൽ ഞാൻ എഡിറ്റ് ചെയ്ത് സെറ്റാക്കി എടുത്താണ്. അപ്പൊ തമ്മിൽ ഉണ്ടാക്കാനാണെങ്കിലും ഒക്കെ ഞാൻ ഒരുപാട് ആൾക്കാരോട് ചോദിച്ചിട്ടൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാനിപ്പം 159 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതിനകത്ത് 15 ലോങ് വീഡിയോസും ഉണ്ട്. അപ്പം അങ്ങനെ ഞാൻ ഇങ്ങനെ യൂട്യൂബിലെ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാണ്. അപ്പൊ അതിനിടയ്ക്ക് എല്ലാവരും ചോദിക്കുന്നുണ്ട്, നിനക്ക് റവന്യൂ കിട്ടി തുടങ്ങിയോ, യൂട്യൂബിൽ നിനക്ക് എത്രത്തോളം പൈസ കിട്ടി തുടങ്ങി. അപ്പൊ അങ്ങനെ കുറേ പേര് ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ അതൊരു വീഡിയോ ആയിട്ട് അങ്ങ് ചെയ്യാവുന്ന. ഇപ്പം യൂട്യൂബ് ചാനലിനെ പറ്റി അല്ലെങ്കിൽ യൂട്യൂബിനെ പറ്റി എന്തെങ്കിലുമൊക്കെ അറിയാവുന്ന ആൾക്കാര് എൻ്റെ ഈ ഒരു ചാനൽ എടുത്തു നോക്കുന്ന സമയത്ത് തന്നെ ഏകദേശം ഞാൻ ചെയ്യുന്ന വീഡിയോ എന്താണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാകും. ഈ യൂട്യൂബിനെ പറ്റി അറിയാവുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാകും. കാരണം യൂട്യൂബിന് നമുക്ക് മോണിറ്റൈസേഷൻ ആകണമെങ്കിൽ കുറച്ച് ക്രൈറ്റീരിയസ് ഉണ്ട്. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1000 സബ്സ്ക്രൈബേഴ്സ് ആവണം ഫുൾ മോണിറ്റൈസ് ആവാൻ. ഹാഫ് മോണിറ്റൈസ് ആവാനായിട്ട് 500 സബ്സ്ക്രൈബേഴ്സ് ആവണം. അത് മാത്രം പോരാ, നമുക്ക് ഷോർട്സിലാണെങ്കിലും ഹാഫ് മോണിറ്റൈസ് ആവണമെങ്കിൽ 3 മാസം, അതായത് 90 ദിവസം കൊണ്ട് 3 മില്യൺ വ്യൂസും കൂടി വരണം. ആ 3 മില്യൺ വ്യൂസും അതിന്റെ കൂടെ 500 സബ്സ്ക്രൈബേഴ്സും ആയാൽ മാത്രമേ നമ്മൾ ഹാഫ് മോണിറ്റൈസ് ആവത്തുള്ളൂ. അപ്പൊ എൻ്റെ ഈ ഒരു ചാനൽ എടുത്ത് നോക്കുമ്പോൾ തന്നെ അറിയാം, എനിക്ക് ഇതുവരെ 1000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടില്ല. എനിക്കാകെ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയം വരെ എനിക്ക് 683 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളൂ. അത് എല്ലാവർക്കും എൻ്റെ ഈ ഒരു ചാനൽ എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാൻ പറ്റും. അപ്പം ഫസ്റ്റ് സംശയം അവിടെ തീർന്നു. കാരണം എനിക്ക് മോണിറ്റൈസേഷൻ ആയിട്ടില്ല. മോണിറ്റൈസേഷൻ പോയിട്ട് എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് പോലും ആയിട്ടില്ല. അപ്പൊ പിന്നെ എല്ലാവരുടെയും സംശയത്തിന് ഒരു വിരാമമൊക്കെ ആയി കാണും. കാരണം എനിക്ക് യൂട്യൂബിൽ നിന്ന് ഒന്നും കിട്ടാൻ തുടങ്ങിയിട്ടില്ല. ഞാൻ അതിനുള്ള ഒരു ക്രൈറ്റീരിയാസും ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഷോർട്സിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീഡിയോസിൽ 1 വർഷം കൊണ്ട് 3000 വാച്ച് അവറും അതേപോലെ തന്നെ 1000 സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഫുൾ മോണിറ്റൈസ് ആവത്തുള്ളൂ. അങ്ങനെ വീഡിയോസിലും എനിക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് 500 സബ്സ്ക്രൈബേഴ്സ് ആയി, പക്ഷെ 1000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടില്ല. അതേപോലെ തന്നെ എനിക്ക് ഷോർട്സിലാണെങ്കിൽ 3 മില്യൺ ഷോർട്സും എനിക്ക് ആയിട്ടില്ല. ആകെ എനിക്ക് ഷോർട്സിൽ 127K പബ്ലിക് ഷോർട്സും അങ്ങനെ എന്തോ മാത്രമേ വ്യൂവേഴ്സ് മാത്രമേ എന്തോ ആയിട്ടുള്ളൂ. എത്ര വരെയൊക്കെ ആയിട്ടുള്ളൂ. അതും എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇനി അപ്പൊ ഒരു 3 മാസത്തെ ആ ഒരു കാലയളവ് കഴിഞ്ഞു. ഇനി എനിക്ക് 1 വർഷം കൊണ്ട് നമുക്ക് ഇനി ഫുൾ മോണിറ്റൈസ് ആവണമെന്നുണ്ടെങ്കിൽ 1 വർഷം കൊണ്ട് ഞാൻ 4000 വാച്ച് അവറും 1000 സബ്സ്ക്രൈബേഴ്സും ലോങ് വീഡിയോയിലും ഷോർട്സിൽ അതേപോലെ തന്നെ 10 മില്യൺ വ്യൂസും അതേപോലെ തന്നെ 1000 സബ്സ്ക്രൈബേഴ്സും ആവുകയാണെങ്കിൽ മാത്രമേ എൻ്റെ ഒരു മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആവത്തുള്ളൂ. ഞാൻ ഇതുവരെ ആ ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് പോലും ആയിട്ടില്ല. അപ്പൊ ഈ വീഡിയോ കാണുന്നവരൊക്കെ വിചാരിക്കും, പിന്നെ എന്തിനാണ് ഇവിടെ ഇങ്ങനെ ഒരു റവന്യൂ വീഡിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വീഡിയോ ഇട്ടതെന്നുള്ളത്. കാരണം ഞാൻ പറഞ്ഞില്ലേ, എന്നോട് കുറേ പേര് ചോദിക്കാറുണ്ടായിരുന്നു, നിനക്ക് യൂട്യൂബിൽ നിന്ന് ഇത്രത്തോളം പൈസ കിട്ടി, നീ വലിയ കാശുകാരി ആയില്ലേ, അല്ലെങ്കിൽ നിനക്ക് ഇപ്പം യൂട്യൂബിൽ നിന്ന് ഒരുപാട് പൈസ കിട്ടുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് എനിക്ക് ഓരോരുത്തരായിട്ട് പറഞ്ഞ് മനസ്സിലാൻ എനിക്ക് പറ്റുന്നവരോടൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഒന്നും ആയില്ല, നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല യൂട്യൂബിൽ എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ അതൊരു വീഡിയോ ആയിട്ട്, ഒരു കണ്ടന്റ് ആയിട്ട് തന്നെ അങ്ങ് ഇട്ടേക്കാന്ന് വിചാരിച്ചു. അങ്ങനെയാണ് കേട്ടോ ഞാൻ ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്.
അതുപോലെ തന്നെ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് ഇപ്പം എൻ്റെ ഒരു ലോങ് വീഡിയോയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് കിട്ടിയേക്കുന്നത് ഞാനൊരു പഴനിയിൽ പോയ ഒരു ട്രാവൽ വ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് 1.6K വ്യൂവേഴ്സ് സംതിങ് അത്ര ഉണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് കിട്ടിയേക്കുന്നത് ഞാനൊരു ഫ്ലിപ്കാർട്ട് ഫൈൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു വീഡിയോയിൽ എനിക്ക് തമ്മിലൊക്കെ കുറച്ച് നന്നായിട്ട് എനിക്ക് തന്നെ ഞാൻ തന്നെ ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം ആ ഒരു വീഡിയോയിൽ എനിക്ക് 3.8K വ്യൂവേഴ്സ് ഉണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. അതേപോലെ തന്നെ ഷോർട്സിലാണെങ്കിലും എനിക്ക് 8K വരെയാണ് വ്യൂവേഴ്സ് ഉള്ളത്. അതിൽ കൂടുതൽ 10K എബോ എനിക്ക് ഇതുവരെ വീഡിയോസിലാണെങ്കിലും ഷോർട്സിലാണെങ്കിലും ഇതുവരെ എനിക്ക് വ്യൂവേഴ്സ് വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് വാച്ച് അവർ കുറവാണ്. അത് മാത്രമല്ല ഞാൻ എൻ്റെ വ്യൂവേഴ്സും വാച്ച് അവറും ഒക്കെ ഞാൻ വീഡിയോസ് ഇടുന്ന അനുസരിച്ച് എനിക്ക് കുറഞ്ഞു വരുവാണ്. എനിക്ക് എന്താ അങ്ങനെയെന്ന് എനിക്ക് അറിയില്ല. ഇപ്പം 4000 വാച്ച് അവറിൽ അല്ലെങ്കിൽ 3500 വാച്ച് അവറിൽ എനിക്ക് 450 ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ അത് നേരെ കുറഞ്ഞ് വാച്ച് ടൈമിൽ ഇപ്പൊ അത് നേരെ കുറഞ്ഞൊരു 250 ഒക്കെ ആയിട്ടുണ്ട്. അതെന്താ കുറയുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ എന്നാലും ഞാൻ എന്തെങ്കിലും ഞാൻ വിജയിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും എനിക്ക് മോണിറ്റൈസേഷൻ ആകും എന്നുള്ള രീതിയിൽ ഞാൻ പിന്നെ വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പം നല്ല വീഡിയോസ് ഒക്കെ ഇടുമ്പോഴായിരിക്കാം ചിലപ്പോൾ ഒരുപക്ഷെ വാച്ച് അവർ കൂടുന്നത്. ഒരുപാട് ഇതില്ലാത്ത വീഡിയോസ് ഒക്കെ ഇടുന്നതുകൊണ്ടായിരിക്കും ചിലപ്പം വാച്ച് അവർ കുറയുന്നത്. എനിക്ക് അറിയില്ല കേട്ടോ. അപ്പൊ അതിനെപ്പറ്റി അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് എന്താണ് ഇങ്ങനെ വാച്ച് അവറും വ്യൂവേഴ്സും ഒക്കെ ഇങ്ങനെ കുറഞ്ഞു വരുന്നത് എന്നുള്ളതൊന്ന് എനിക്കൊന്ന് പറയണം കേട്ടോ. ഒരു കമന്റ് ഒന്ന് ചെയ്തേക്കണം. കാരണം എനിക്കറിയില്ല അതെന്താ അങ്ങനെ എനിക്കറിയില്ല. അപ്പം നിങ്ങളുടെയൊക്കെ സംശയം തീർന്നു കാണും. കാരണം എനിക്ക് ഇതുവരെ എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയിട്ടില്ല. എനിക്ക് സബ്സ്ക്രൈബേഴ്സ് പോലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിട്ടില്ല. അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ആ ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് പോലും എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ ഇനിയും നല്ല വീഡിയോസ് ഒക്കെ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്ക് ആഗ്രഹമുണ്ട് നല്ല നല്ല വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യണമെന്നും നല്ല നല്ല കണ്ടന്റ് ഒക്കെ ഇടണമെന്നും. പിന്നെ ഈ ആഴ്ചയിൽ ഒന്നുള്ള ലോങ് വീഡിയോ മാറ്റിയിട്ട് ആഴ്ചയിൽ 1-2 ലോങ് വീഡിയോയും ദിവസം 1-2 ഷോർട്സും ഒക്കെ ഇടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അതിനുള്ള സമയവും സന്ദർഭവും ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ. അപ്പൊ പോകെ ഞാൻ അതൊക്കെ ഇങ്ങനെ ഇടണം എന്ന് ആഗ്രഹിക്കുന്നു. അപ്പം ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ എനിക്ക് യൂട്യൂബിൽ നിന്ന് ഒരു തേങ്ങായും കിട്ടുന്നില്ല എന്നുള്ളത്. കാരണം ഞാൻ ആ ക്രൈറ്റീരിയ ഒന്നും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. യൂട്യൂബിനുള്ള ആ ഒരു സ്റ്റെപ്സും കാര്യങ്ങളും ഒന്നും ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. എനിക്ക് സബ്സ്ക്രൈബേഴ്സ് പോലും ആയിട്ടില്ല. അപ്പൊ അത്ര ഉള്ളത് എന്ത് എൻ്റെ ഒരു വീഡിയോ. അപ്പൊ എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ നമുക്കിനി അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരാം, നല്ല കണ്ടന്റ് ആയിട്ട് വരാം. അപ്പൊ ചാച്ചാ.